ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. 1ഉം 2ഉം എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോ ഇന്നത്തെ യാത്ര നമ്മൾ പൂവാർ ഐസ്ലാൻഡിലേക്കാണ്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു ബോട്ട് യാത്ര അതിമനോഹരമായിരിക്കും. അപ്പോ നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം. അപ്പോ കാഴ്ചകളും കൂടെ ഉണ്ടാവണം. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഗേസ് പൂവാർ ഐസ്ലാൻഡ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത കടലും കായലും നദിയും ഒരുമിച്ച് ചേരുന്ന പ്രകൃതിയുടെ അത്ഭുതം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ എത്താൻ റെയിൽവേ സ്റ്റേഷന് ഏകദേശം 28 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. 50-51 മിനിറ്റോളം നമുക്ക് യാത്രയുണ്ടാകും. ഓട്ടോയിലോ ഊബറിലോ ബൈക്കിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. യുവർ ചോയ്സ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ പോയിട്ട്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ മാംഗ്രോവ് കാടുകൾ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ, ആനപ്പാറ, കോക്കനട്ട് ഐസ്ലാൻഡ്. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതിന്റെ പ്രൈസ്, പിന്നെ ടൈമിങ്, കാര്യങ്ങളൊക്കെ. ഓക്കെ. 1 മണിക്കൂർ 2500, 1.5 മണിക്കൂർ 3500 ആണ്. 1 മണിക്കൂർ 2, 1.5 മണിക്കൂർ 3500. ഫൈനൽ ഡിസ്കൗണ്ടാ? അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അത് പറഞ്ഞത്. കാരണം നമ്മള് ഇത് പോകുന്ന വഴിക്കെല്ലാം കാണാത്. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യും. ബീച്ചിൽ മാത്രമേ ബോട്ട് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ബാക്കിയെല്ലാം ഇങ്ങനെ ഇരുന്നതിനെ കാണാം. റെസ്റ്റോറന്റ് പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം തരും. ടൈം ഫ്രീ ആയിരിക്കും. എക്സ്ട്രാ പേയ്മെന്റ്? അത് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. ബാക്കി ബീച്ചിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. ബീച്ച് ഈ ബീച്ചാണ് രണ്ട് സൈഡിലും വെള്ളമുണ്ട്. അറേബ്യൻ സീ, നെയ്യാറ് നടുക്കായിട്ടാണ് ബീച്ച് വരുന്നത്. പിന്നെ ഈ കണ്ടൽക്കാടുകളാണ് നെയ്യാറ്, റേവിയം, ഇങ്ങനെ പോകില്ല. ഇങ്ങനെ പോയി ഇതിനകത്തൂടെ കയറി ഇവിടെ ലാസ്റ്റ് ബീച്ചിലേക്ക് വരും. പിന്നെ ബീച്ച് കണ്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ എലിഫന്റ് ഡ്രോപ്പും എല്ലാം കണ്ട് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. 1 മണിക്കൂർ ഒരു ബോട്ടാണ് നമുക്ക് തരിക. 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ട്. അതിൽ 1 മണിക്കൂറാണെങ്കിൽ 2,500, 1.5 മണിക്കൂറാണെങ്കിൽ 3,500 ഇതിന്റെ റെന്റ് വരുന്നത്. റെന്റായിട്ടാണ് വരുന്നത്. അപ്പോ ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് എനിക്ക് ഡിസ്കൗണ്ട് വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ വന്നു പോകുന്ന സമയത്തും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടാവുന്നതാണ്. ഓക്കെ. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തു. നമ്മളെ ബോട്ടും എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ അച്ഛനാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ട്. ഒരു 7 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ യാത്ര പോകും. അതായത് ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. കണ്ടൽക്കാടാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഇപ്പൊ ചൂടായതുകൊണ്ട് നല്ല വൈബായിരിക്കും യാത്ര. അപ്പോൾ നമുക്ക് കാഴ്ച കാണാം ഗേസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര തുടങ്ങി. അടിപൊളിയാണ് കേട്ടോ. നെയ്യാർ നദിയിലൂടെയാണ് നമ്മുടെ യാത്ര. കണ്ടൽക്കാടിനുള്ളിൽ കൂടി നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. അടിപൊളിയായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ കണ്ടൽക്കാടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. 2 സൈഡിലും നല്ല കാടാണ്. അതിന്റെ സെന്ററിൽ കൂടെയുള്ള ഒരു വൈബ് യാത്ര തന്നെയാണ് ഇത്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ യാത്ര നമുക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ. നൈസ്. യാത്രയിൽ ദാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇളനീരൊക്കെ മേടിച്ചു കുടിക്കാം കേട്ടോ. കണ്ടില്ലേ? അതായത് തോണിയിൽ ഇളനീരാണ്. അത് 60 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് മേടിച്ചു കുടിക്കാവുന്നതാണ്. ഒരെണ്ണത്തിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അത് നൈസായിരുന്നു.
അടിപൊളി യാത്രയാണ് കേട്ടോ, അടിപൊളിയാണ്, നൈസാണ്. അവിടെ നമുക്ക് പിള്ളേർ കുളിക്കുന്നൊക്കെ കാണാം, കണ്ടില്ലേ? പിള്ളേർ എൻജോയ് ചെയ്ത് കുളിക്കുകയാണ്. ഓ, ചൂടത്ത് നല്ല അടിപൊളി കുളിയാണ് കേട്ടോ. ഹായ്. അല്ലേ, നല്ല കുളിയാണ് പിള്ളേരൊക്കെ. നല്ല ചൂടല്ലേ, നല്ല സുഖം ഉണ്ടാവും കുളിക്കാൻ. ഇപ്പൊ കണ്ടൽക്കാടലിലൂടെ യാത്ര തീർന്നിട്ടില്ല, ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ യാത്ര തുടർന്നു. ചെയ്തു. നമ്മളിപ്പോ കാണുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളാണ്. ഇതെല്ലാം പ്രൈവറ്റ് ആളുകൾ നടത്തുന്ന റെസ്റ്റോറന്റുകളാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ റേറ്റ് അതിഭയാനകമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോ നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കേറിയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് കരുതി, എന്താണെന്നുള്ള അറിയണല്ലോ. അപ്പോ ഇതാണ് 3 റെസ്റ്റോറന്റുകൾ നമുക്ക് കാണാം. ഫ്ലോട്ടിംഗ് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ്. അങ്ങനെ നമ്മളെ ബോട്ട് ഡ്രൈവർ റെസ്റ്റോറന്റുമായിട്ട് അടുപ്പിച്ചിരിക്കുകയാണ് ബോട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പോ ഇതാണ് നമ്മുടെ സൂര്യദേവ്. ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. എന്തൊക്കെയോ ബോട്ടൊക്കെ അവൻ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാഴ്ച, അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. സ്റ്റീഫൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, വെജ് ആൻഡ് നോൺ വെജ്. കാണുന്നില്ലേ, അതാണ് കടല്. കടൽ തീരം കാണുന്നുണ്ടാവും, മണല് കാണുന്നുണ്ടാവും. അതിനപ്പുറം കടലാണ്, അതിന്റെ ഇപ്പുറം കായലും. അങ്ങനെ ചുമ്മാ മെനു ഒക്കെ നോക്കി, ഇതാ കയറിയല്ലേ. അപ്പോ മെനു ഒക്കെ നോക്കി, വലിയ കാര്യമായിട്ട് നോക്കി. അപ്പോഴും മനസ്സിലായത് ഇവിടുത്തെ റേറ്റ് എത്രയാണെന്നുള്ളത്. ഭയങ്കര ഭയാനകമായ റേറ്റ് ആണ് ഗൈസ്. ശ്രദ്ധിക്കുക ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. കാരണം അത്രയും ഫ്രഷ് ഫുഡായിരിക്കും കിട്ടുന്നത്. നമുക്ക് മീനൊക്കെ ഫ്രഷ് ആണ്, പിന്നെ എല്ലാ ഐറ്റംസും ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും, നല്ല ചൂടോട് കൂടിയിട്ട്. പിന്നെ ഇത് നിൽക്കുന്ന സ്ഥലം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് കോമൺ ആയിരിക്കും, അത്രത്തോളം ഉണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് സാധാരണ കഴിക്കും പോലെ പോയി കഴിച്ചിട്ട് പണി കിട്ടണ്ട എന്ന് വരുത്തിയിട്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. കഴിക്കുന്ന മുമ്പേ മെനു ഒക്കെ നോക്കി, റേറ്റ് ഒക്കെ നോക്കി ഓർഡർ ചെയ്യാം. ഇത് ഗേസ്, ഞാനിപ്പോൾ ഉള്ളത് റൂഫിലാണ്. അവിടെ നിന്നുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, നൈസാണ്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. വൺ ടൈം എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഭക്ഷണം കഴിക്കണോ വേണ്ടിയോ എന്നുള്ള ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നല്ല കടൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല എൻജോയ് ചെയ്യാം, അടിപൊളി നല്ല വൈബാണ് സ്ഥലം. ഒരു 5:30-6 മണിയാകുമ്പോഴേക്ക് ഇവിടെ ക്ലോസ് ആകും കേട്ടോ, രാത്രിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ 4 ചായയും 2 ജ്യൂസും കഴിച്ച ബില്ലാണിത്. ടോട്ടൽ 420 രൂപ. അങ്ങനെ ബില്ലും കൊടുത്ത് നമ്മൾ വീണ്ടും യാത്രയായി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയിലേക്കാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കടലും കായലും ഒന്നിച്ച് ചേരുന്ന സ്ഥലമൊന്നും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബീച്ച് സൈഡിലെ ഈ ഗോൾഡ് കളറിൽ മണല് ഒരു പ്രത്യേകതയാണ് കേട്ടോ അവിടുത്തെ. ഇത് ഗോൾഡൻ ബീച്ച് എന്നാണ് ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഇവിടെയാണ് കടലും കായലും ഒരുമിച്ച് ചേരുന്ന, സംഗമിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അതൊരു അത്ഭുതം തന്നെയായിരിക്കും. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? തിരമാലകൾ നമ്മൾ കാണുന്നുണ്ടാവും. ഇപ്പുറം കായലാണ്, അപ്പുറത്ത് കടലാണ്. ആ കടലും കായലും ഒന്നിച്ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ നമ്മളെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ?
അപ്പൊ നമ്മൾ സ്ഥലത്തെത്തി. അതിന്റെ തൊട്ടടുത്താണുള്ളത്. കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? വെള്ളം ഒഴുകി കായലിലേക്ക് വരുന്നത്, കടലിലെ വെള്ളം ഒഴുകി കായലിലേക്ക് വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? അത്ഭുതകരമായ ഒരു എന്താ പറയാ, അപൂർവമായ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് വന്ന് കാണേണ്ട കാഴ്ചയാണ്. വെള്ളം ഒഴുകി കായലിലേക്ക് ലയിക്കുകയാണ്. അപ്പോ തൊട്ടപ്പുറത്ത് നല്ല തിരമാലയുണ്ട്, ഇപ്പുറത്ത് കായലാണ്, തിരമാലകളൊന്നുമില്ല, ശാന്തമാണ്. അപ്പോൾ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ, അടിപൊളി. അപ്പോൾ ഇവിടെ വരണം. ഗോൾഡൻ ബീച്ച് എന്നാണ് ഈ ബീച്ചിന്റെ പേര്. ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ കടലും കായലും ഒത്തുചേരുന്ന കാഴ്ച കണ്ട് നമ്മൾ നേരെ പോകുന്നത് വേറൊരു അത്ഭുത കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പാറ. ഈ പാറയുടെ പേര് ആനപ്പാറ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ളൊരു ഡൗട്ട് ഈ കാണുന്ന എന്റെ കൂട്ടുകാർക്ക് ഉണ്ടാവും. അത് ഞാൻ തീർത്തു തരാം. ഇതിന്റെ പൊസിഷൻ കറക്റ്റ്, ക്യാമറ പൊസിഷൻ കറക്റ്റ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആനപ്പാറ എന്ന് ഇതിനെ വിളിക്കുന്നതെന്ന്. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ രൂപം തെളിഞ്ഞു വരുന്നുണ്ടാവും ഗേസ്. ഒരു ആനയുടെ രൂപമായിട്ടുണ്ടല്ലേ, ഒരു ആനയുടെ രൂപമായിട്ടില്ലേ ആ പാറ. ഇപ്പൊ നോക്കിയേ, കറക്റ്റ് ഒരു ആന തന്നെ. ഭയങ്കര അത്ഭുതം കേട്ടോ. അത് ഭയങ്കര വെറൈറ്റി ഒരു കാഴ്ച തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ആനപ്പാറ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഒരു ആനയുടെ രൂപത്തിൽ നമുക്കിപ്പോ അതിനെ കാണാൻ പറ്റും. അതിന് മുകളിൽ ഒരു കുരിശൊക്കെ ഉണ്ട്. എന്താല്ലേ, ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് ഗേസ്. ഇവിടെ വന്ന് ഇതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോ ആനയുടെ രൂപം കണ്ടല്ലോ അല്ലെ, ശരിക്കും ഒരു ആന തന്നെ. ഒരു പാറയാണ് കേട്ടോ അത് ഫുള്ള്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നത് പൂവാർ ഐസ്ലാൻഡ് റിസോർട്ടാണ് കേട്ടോ. ഇത് വളരെ വലിയ റിസോർട്ടാണ്. അതിന്റെ ഫ്രണ്ട് സൈഡ്, അത് കുറച്ച് സൈഡാണ് നമ്മൾ കാണുന്നത്, കായലിന്റെ സൈഡിലൂടെ. അതൊക്കെ റൂമാണ് കേട്ടോ. അടിപൊളിയാണ്, വൈബാണ്. ഒരു ദിവസത്തേക്ക് 10,000-ന് മുകളിലേക്കാണ് റേറ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്. അത്രയും വലിയ സെറ്റപ്പ് റിസോർട്ടാണ്. റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ടു. നേരെയുള്ള യാത്രയിൽ നമുക്ക് മാതാവിനെ കാണാൻ പറ്റും. കുരിശും മാതാവിന്റെയും ഒരു രൂപം കാണാൻ നമുക്ക് പറ്റും. അപ്പോ അതൊക്കെ കണ്ടു നമ്മളെ മുന്നോട്ടുള്ള യാത്രയാണ്. അങ്ങനെ ഗേസ്, നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാണുന്നുണ്ടോ ഒരു പാലം. ആ പാലം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ബോട്ട് തിരിച്ചു. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് പോയാൽ തമിഴ്നാട് അതിർത്തിയാണ്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതാണ് കോക്കനറ്റ് ഐസ്ലാൻഡ്. ഫുള്ള് തെങ്ങ് കാണാം. ഫുള്ള് തെങ്ങ് മാത്രമാണ് ഏരിയയിൽ. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ വീണ്ടും റിട്ടേൺ വരികയാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഗെയ്സ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും ഇതൊക്കെ ഒരു വെറൈറ്റി അനുഭവമാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ ബോട്ടിൽ തന്നെയായിരുന്നു. നല്ല കാഴ്ചകളും അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മടവൂർ പാറ വ്യൂ പോയിന്റ്, മടവൂർ പാറ ശിവക്ഷേത്രം, ആയിമല ശിവക്ഷേത്രം ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. മടവൂർ പാറ ശിവക്ഷേത്രം 1000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ്. ഒരു പാറയ്ക്കുള്ളിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുന്നതാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.